ഈ ആഴ്ചയുടെ സമാപന ദിവസങ്ങളിൽ വിശ്വസിക്കാം, നമുക്ക് കർത്താവിനെ ആശ്രയിക്കാം. ഇന്ന് 12 മണി, രാത്രി 12 മണിക്കുള്ളിൽ, ഈ ദിവസത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ കർത്താവ് വലിയ പ്രവർത്തികൾ ചെയ്യും, എൻ്റെ പല വാഗ്ദത്തങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിലൂടെ കർത്താവിൽ ആശ്രയിക്കാം. നമുക്ക് ധൈര്യപ്പെടാം. കർത്താവ് പറഞ്ഞത്, ഉയരത്തിലെ ശക്തി കിട്ടിയിട്ട് ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്ന്. ഭൂമിയുടെ അറ്റത്തോളം പോകണമെങ്കിൽ എന്തൊക്കെ വേണം? നല്ല ആരോഗ്യം വേണം. ഇന്ന് രോഗികളാണോ? ഭൂമിയുടെ അറ്റത്തോളം പോകും. അതിനുള്ള ആരോഗ്യം ദൈവം തരും. ഭൂമിയുടെ അറ്റത്തോളം പോകാൻ പൈസ വേണ്ടേ? ഓരോ രാജ്യത്ത് പോകാൻ എത്രയോ ലക്ഷങ്ങൾ ആവശ്യമാണ്. ഓരോ രാജ്യത്ത് പോയി കർത്താവിനെ സാക്ഷീകരിക്കാൻ ഭയങ്കര ചെലവാണ്. അപ്പം അതിൻ്റെ അർത്ഥം സമ്പത്ത് തരും, ആരോഗ്യം തരും, വിശാലതകൾ തരും, ബന്ധങ്ങൾ തരും. ഇതെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടായി വരുന്നതാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാൽ മതി. പിന്നെ പരിശുദ്ധാത്മാവ് വേണ്ട ആൾക്കാരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യും. ശരിയായ ബന്ധങ്ങൾ ദൈവം നമുക്ക് തരും. ഇന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരും ദൈവമക്കൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്. മാത്രമല്ല, ഒത്തിരി പ്രാർത്ഥന കൂട്ടായ്മകൾ കഴിയുമ്പോൾ അവിടുത്തെ ഭക്ഷണമൊക്കെ എല്ലാം വളരെ കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങളാണ്. ഈ ദൈവമക്കൾക്ക് ഒരു അന്ധതയുണ്ട്. എല്ലാം ദൈവം തന്നതല്ലേ എന്ന് പറഞ്ഞ് എല്ലാം വാരി വലിച്ചു തിന്നും. മിക്കവാറും എല്ലാ ഫംഗ്ഷനുകൾക്കും പൊറോട്ടയായിരിക്കും, പൊറോട്ടയും അതുപോലെ ദഹിക്കാത്ത ഭക്ഷണങ്ങളും, ബീഫും, പിന്നെ ഏത്തയ്ക്കാപ്പവും, പൊരിച്ചതും വറുത്തതും, ഇതെല്ലാം കഴിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നത്, ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം കൊളസ്ട്രോളായിട്ടും ഷുഗറായിട്ടും ഒക്കെ മാറും. എവിടെ ചെന്നാലും മധുരം, ബർത്ത്ഡേ കേക്ക് മുറിക്കുക, പിന്നെ എല്ലാ ഫംഗ്ഷനും മധുരം, ലഡു, ജിലേബി. ഓരോരുത്തർ വിദേശത്തു നിന്ന് വരുമ്പോൾ മിഠായികളുടെ, ചോക്ലേറ്റ്, വിവിധ തരത്തിലുള്ള ചോക്ലേറ്റുകളുടെ ഒരു സമ്മേളനം തന്നെ. അപ്പം ഇതെല്ലാം ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴും സദൃശവാക്യത്തിൽ പറയുന്ന പോലെ നിൻ്റെ തൊണ്ടയ്ക്ക് ഒരു കത്തി വെക്കണം, അധികം അങ്ങോട്ട് കഴിക്കരുത്. ഡയറ്റൊക്കെ നോക്കണം, കറക്റ്റ് ഭക്ഷണം കഴിക്കേണ്ടത് കഴിക്കണം. അടുത്തത് വ്യായാമം വേണം. യേശുവിൻ്റെ കാലത്ത് യേശു നടക്കുകയാണ്. ഒരൊറ്റ പ്രാവശ്യം കഴുതപ്പുറത്ത് കയറിയതേ ഉള്ളൂ. ഒരു പ്രാവശ്യം പോലും യേശു കുതിരപ്പുറത്ത് കയറിയത് കാണുന്നില്ല. മുഴുവൻ നടപ്പാണ്. എത്രായിരം കിലോമീറ്റർ യേശു നടന്നു കാണും. അപ്പോസ്തലന്മാർ യാത്രയാണ്, കപ്പലിലും. ആ യാത്ര തന്നെ ഒരു സാഹസികമാണ്. അതിനുശേഷം എത്രയോ കിലോമീറ്ററുകളാണ് അവർ നടക്കുന്നത്. കുന്നും മലകളും ഉള്ള സ്ഥലമാണ്. ആ യാത്രകളൊക്കെ അവർക്ക് ഒത്തിരി വ്യായാമമാണ്. ഇന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്ന പലരോടും 3 കിലോമീറ്റർ നടക്കണം. അവർ 30 കിലോമീറ്ററൊക്കെ നിസ്സാരമായിട്ട് എപ്പോഴും നടക്കുന്നവരാണ്. ഒരു ദിവസത്തെ വഴി ദൂരം എന്നൊക്കെയാണ് പറയുക. 24 മണിക്കൂർ നടക്കുന്ന നടപ്പൊക്കെയാണ് അവർ നടക്കുന്നത്. ഒരു ശബത്ത് വഴി ദൂരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര യാത്രയാണ്. അങ്ങനെ 60 കിലോമീറ്റർ, 70 കിലോമീറ്റർ, 100 കിലോമീറ്റർ ഒക്കെ അവർക്ക് ഒന്നുമല്ല. അപ്പം അതുപോലെ നല്ല സ്റ്റാമിനയുള്ളവരായിരുന്നു അവർ. അന്ന് അവർ കഴിച്ച ഭക്ഷണവും ചുട്ട ഭക്ഷണങ്ങളായിരുന്നു. മായങ്ങൾ കുറവായിരുന്നു. ഈ കാലത്ത് രുചി കയറ്റുന്ന പലതരത്തിലുള്ള കൃത്രിമ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നത് കൊണ്ട് ഭക്ഷണങ്ങളിലെല്ലാം മായമാണ്. വിഷമടിച്ച പച്ചക്കറികളും വിഷമടിച്ച പഴവർഗ്ഗങ്ങളും കൊണ്ട് നിറഞ്ഞ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ ജ്ഞാനത്തോടെ, പ്രാർത്ഥനയോടെ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, വ്യായാമം എങ്ങനെ ചെയ്യണം, എല്ലാവരും ജീവിതത്തിൽ വ്യായാമം ചെയ്യണം. ശരീരത്തിൻ്റെ ഭാരം ഓരോ ഉയരത്തിനനുസരിച്ച് കൃത്യമായി മാറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ ദീർഘായുസ്സുണ്ടാകും, ഭൂമിയുടെ അറ്റത്തോളം പോകാൻ കഴിയും, ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പുറത്തു വരാം. കർത്താവ് നമുക്ക് തന്ന ഈ ശരീരം ഉപയോഗിച്ച് നമുക്ക് മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കാനോ, താഴെ ഇരുന്ന് പ്രാർത്ഥിക്കാനോ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കാനല്ലോ, നമുക്ക് മുഴങ്കാൽ മടക്കാൻ
സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണബോധനായ പിതാവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു പൗലോസ് പറയുന്നു. എത്ര പേർക്ക് മുട്ടുകുത്താൻ കഴിയും? മുഴങ്കാൽ മടക്കാൻ കഴിയും? താടിയിരുന്ന് പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ ജീവിതകാലം മുഴുവൻ അതൊക്കെ കഴിയണമെങ്കിൽ ആരോഗ്യമുള്ളൊരു ശരീരം വേണം. അതിനുള്ള കൃപ ദൈവം തരട്ടെ. അപ്പോൾ മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നത്തേതിൽ ഭക്ഷണം പോലെ മരുന്ന് കഴിക്കേണ്ടി വരുമെന്നൊരാൾ പറഞ്ഞു. അതിന് ഗതികേട് ഉണ്ടാകരുത്. മരുന്ന് പോലെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്പം കഴിക്കേണ്ടത് മാത്രം കഴിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് വളരെയധികം സൂക്ഷിക്കാൻ കഴിയും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ചേർന്ന് പാടി നമുക്ക് യേശുവിനെ ആരാധിക്കാം. This is my desire to honor you, Lord, with all my heart I worship you. I give you praise. All that I adore is in you. Lord, I give you my heart. I give you my soul. I live for you, Lord. Every breath that I take, every moment I'm awake, Lord, have your way in me. Lord, I give you my heart. I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your way in me. Have your way. This is my desire to honor you, Lord, with all my heart I worship you. Yes. All I have within me, I give you praise. All that I adore is in you, Lord. Lord, I give you my heart. I give you my soul. I live for you alone. Every breath that I take, every moment I'm awake, Lord, have your way in me. Lord, I give you my heart. I
അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. 5-ാം അധ്യായത്തിൻ്റെ ഭാഗങ്ങളെല്ലാം നമുക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 6-ാം ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പെറുപെറുത്തു. അപ്പൊ യവന ഭാഷക്കാർ, എബ്രായ ഭാഷക്കാർ ഇവരെല്ലാം ഒരു സഭയിലാ കൂടുന്നേ. യവന ഭാഷയും അറിയാം, എബ്രായ ഭാഷയെ അറിയാം, അരാമിക് ഭാഷയെ അറിയാം. പല ഭാഷക്കാരൊക്കെ ഒരുമിച്ച് ഒരു സഭയിൽ ലക്ഷങ്ങളാ കൂടുന്നേ. ഏകദേശം 80,000-നും 1,00,000-നും ഇടയിൽ ഉള്ളവരായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനൊരു കൂട്ടം, അതായത് അപ്പോസ്തലന്മാരോട് പറഞ്ഞു ഈ നാമത്തിൽ സംസാരിക്കരുത് ഒരിക്കലും എന്ന് കൽപ്പിച്ച് അടിപ്പിച്ചയച്ചു. അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി എല്ലാവരോടും യേശുവിനെ കുറിച്ച് പറഞ്ഞു. കേട്ടവർ രക്ഷിക്കപ്പെട്ടു. യേശുവിനെ സ്വീകരിച്ചവരുടെ ജീവിതം മാറി. അങ്ങനെ ജനം പെരുകി, സഭ ആർത്ത് വളർന്നു. ആറ്ററമ്പത്തെ വൃക്ഷം പോലെ തഴച്ചു വളർന്നു. അവർ തൊടുന്നതല്ല സക്സസ് ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ, പെരുകി വരുമ്പോൾ, ശിഷ്യന്മാർ പെരുകി വന്നപ്പോൾ ഇതാ സഭയ്ക്കകത്ത് ആദ്യത്തെ പ്രശ്നം ആരംഭിച്ചു. പിറുപിറുപ്പ്, ഞങ്ങളെ അംഗീകരിക്കുന്നില്ല. ആദ്യത്തെ വഴക്ക്, സഭയിലെ ആദ്യത്തെ വഴക്ക് നമുക്കവിടെ കാണാം. എന്താണ്? ഞങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു. ഞങ്ങളുടെ വിധവമാരെ വേണ്ട രീതിയിൽ അവസരം കിട്ടുന്നില്ല അവർക്ക്. ഇന്നും പല സഭകളിലെയും വിഷയം അതാണ്. ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ കസേര കിട്ടിയില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ടൊരവസരം തന്നില്ല. ഒരു കല്യാണമൊക്കെ നടത്താൻ, ചില സ്ഥലങ്ങളിൽ ഒരു കല്യാണമൊക്കെ നടത്താനായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ഒരു 5 പാസ്റ്റർമാരെ വിളിക്കും, ചെറുക്കൻ്റെ ആൾക്കാർ ഒരു 15 പാസ്റ്റർമാരെ വിളിക്കും. ഇവരൊക്കെ വിദേശത്തായിരുന്നാൽ, ഇവരുടെ മാതാപിതാക്കൾ വിദേശത്തായിരുന്നാൽ നാട്ടിലുള്ള പാസ്റ്റർമാരെല്ലാം അവിടെ വന്ന് അവർ വീട്ടിൽ പാർത്താണ്. വിളിക്കാതിരിക്കാനും പറ്റില്ല. കാരണം ഇവരുടെ കഷ്ടകാലത്ത് ഇവരെല്ലാം ഒന്ന് കയറി ഇറങ്ങി പ്രാർത്ഥിച്ചതാണ്. അതുകൊണ്ട് ഇവർക്കൊരു നന്മയുണ്ടായപ്പോൾ വിളിക്കാതിരിക്കാനും പറ്റുമോ? ഇല്ല. എല്ലാവരും വിളിച്ചൊന്നും ബഹുമാനിക്കാമെന്ന് കരുതിയാൽ അവിടുത്തെ സഭാ പാസ്റ്റർ അനുഭവിക്കുന്ന സങ്കടം. അവിടെ സ്റ്റേജ് ആയിരിക്കുമ്പോൾ ചെറുതായി, ഒരു മിക്കവാറും സ്ഥലങ്ങളിൽ സ്റ്റേജ് ചെറുതായിരിക്കും ഓഡിറ്റോറിയങ്ങളിൽ. ആ സ്റ്റേജിൽ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും ആ വലിയ സോഫ സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 കസേര ഇടാനേ സ്ഥലമുള്ളൂ. വന്നിരിക്കുന്നത് 10-15 ദൈവദാസന്മാർ. അവരെവിടെ ഇരുത്തും? ഒരാളെ വേണ്ട രീതിയിലൊന്ന് ആദരിച്ചില്ലെങ്കിൽ അതിൻ്റെ വഴക്ക് ഭയങ്കര വഴക്കാണ്. ഇത് ഇന്ന് തുടങ്ങിയല്ല, 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ഒരു ചെറിയ തുടക്കം, ഒരു പിറുപിറുപ്പ്. ഞങ്ങളെ ബഹുമാനിക്കുന്നില്ല, ഞങ്ങളുടെ വിധവമാര് വേണ്ട രീതിയിൽ ബഹുമാനിക്കുന്നില്ല, ഞങ്ങളെ കണ്ടിട്ട് വേണ്ട രീതിയിൽ ഒന്ന് ബഹുമാനിക്കാൻ അവർക്ക് പറ്റിയില്ല, ഞങ്ങൾ വെറുതെ വന്നതല്ല, വിളിച്ചിട്ടല്ലേ വന്നത്, ഞങ്ങൾ വന്നു കയറിയതല്ലല്ലോ, ഞങ്ങൾ വലിഞ്ഞു കയറിയതല്ലല്ലോ. പിശാച് കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ് പിണക്കം, ഭിന്നത, വലിപ്പച്ചെറുപ്പം, താരതമ്യം ചെയ്യുക. ഞങ്ങൾക്ക് അവസരം തന്നില്ല, ഞങ്ങളെ ബഹുമാനിച്ചില്ല, ഞങ്ങൾക്ക് തരേണ്ട മാന്യത തന്നില്ല. ഒരു സത്യം അറിയാമോ? ദൈവം നമ്മെ വിളിച്ചതാണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ട മാന്യത നമുക്ക് എന്നായാലും ലഭിക്കും. ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് 90-ൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. 91-ൽ കർത്താവിൻ്റെ വേലക്കിറങ്ങി. 1 വർഷം കൊണ്ട് സുവിശേഷ വേലക്കിറങ്ങി. നീണ്ട വർഷങ്ങൾ ഞാൻ എൻ്റെ മാതൃസഭ ബാംഗ്ലൂരിൽ, അവർക്കറിയാം ഞാൻ പൂർണ്ണസമയം സുവിശേഷ വേലയിലാണ്, പല സ്ഥലങ്ങളിലും പോയി ശുശ്രൂഷ ചെയ്യുന്നവനാണ് എന്നൊക്കെ അറിയാമെങ്കിലും എൻ്റെ ചർച്ചിൽ എനിക്കൊരിക്കലും ഒരവസരം പാസ്റ്റർ എം.എ. വർഗീസ് തന്നിട്ടേയില്ല. ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ എൻ്റെ എല്ലാ ആവശ്യത്തിനും ഓടി വരും. കേരളത്തിലായിരിക്കുമ്പോൾ എന്നെ സഹായിക്കും, സാമ്പത്തികമായിട്ട് കൈത്താങ്ങൽ തരും.
എൻ്റെ വിവാഹം, എൻ്റെ എൻഗേജ്മെൻ്റ്, എല്ലാ കാര്യത്തിനും പാസ്റ്റർ വിളിക്കാതെ തന്നെ വന്നു. അങ്ങനെയെല്ലാം ചെയ്തു. എന്നാൽ ബെഥേലേജി ചർച്ചിൽ ചെല്ലുമ്പോൾ എനിക്കങ്ങനൊരു അവസരം അവിടെയില്ല. നീണ്ട വർഷങ്ങൾ, ഒത്തിരി വർഷങ്ങൾ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. ഒരു സമയമായപ്പോൾ പാസ്റ്റർ തന്നെ ഞങ്ങൾക്ക് അവസരം തന്നു, എൻ്റെ കൂടെയുള്ളവർക്കും എല്ലാവർക്കും. അതായത് നമുക്ക് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുവരെ തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈ കീഴെ താണിരിക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ ദൈവമാണ് ഒരുക്കുന്നത്, ഒരു മനുഷ്യനല്ല. അതുകൊണ്ട് നീണ്ട വർഷങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിലും പരാതികളോ പെറുപെറുപ്പോ ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടേയിരിക്കണം. അവസരങ്ങളൊക്കെ ദൈവം തരും, വഴികളൊക്കെ ദൈവം തുറക്കും. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതെല്ലാം നാടുകളിലേക്ക് ദൈവം അയച്ചു. സമയമായപ്പോൾ പാസ്പോർട്ട് എടുത്ത് 10 വർഷം വെച്ച് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ പല രാജ്യത്ത് വിടാന്ന് പറഞ്ഞു. ആരും വിളിച്ചുമില്ല, പോയുമില്ല. സമയമായപ്പോൾ 99 മുതൽ സമയമായപ്പോൾ ഓരോരുത്തർ വിളിക്കാൻ തുടങ്ങി. അറിയാത്ത ആൾക്കാരൊക്കെ വന്ന് വിളിക്കാൻ തുടങ്ങി. ദൈവമാണ് തീരുമാനിക്കുന്നത്. നന്മകളൊക്കെ ഉണ്ടാകുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ തോന്നും നമ്മളെ സഹായിക്കാനൊക്കെ. നമ്മളായിട്ട് പോയി പിരിക്കാനോ നമ്മളായിട്ട് പോയി പിണങ്ങാനോ ചോദിക്കാനൊന്നും നിൽക്കണ്ട. കർത്താവിൻ്റെ വേലയുടെ കാര്യം കർത്താവ് നോക്കിക്കോളും. നമ്മളായിട്ട് ഒരു എഫേർട്ട് എടുത്ത് എന്നെ ഒന്ന് ബഹുമാനിക്ക്, എനിക്കൊരവസരം എന്താ. വർഷങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ എം.എ. വർഗീസിനോട് അവിടെ ബാംഗ്ലൂര് 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ തിരുവല്ലക്കാരനായ ഒരു ദൈവദാസൻ അവിടെ വന്നിരിക്കുകയാണ് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അവിടെ വലിയ വലിയ ദൈവദാസന്മാർ കയറി ഇറങ്ങി പോകുന്ന സമയം. അപ്പോൾ മീറ്റിംഗ്, രാവിലത്തെ മീറ്റിംഗ് കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഇറങ്ങി താഴോട്ട്, മുകളിലാണ് മീറ്റിംഗ്, സ്റ്റെയർ കേസ് വഴി ഇറങ്ങുമ്പോൾ തിരുവല്ലക്കാരനായ പാസ്റ്റർ ഓടിച്ചെന്ന്, ഞാൻ എത്ര ദിവസമായി ഇവിടെ ഇരിക്കുന്നു, എനിക്കെന്താ 2 മണിക്കൂർ തരാത്തെ? അതിന് പാസ്റ്റർ മെമ്മോറീസ് പാസ്റ്റർ അന്ന് പറഞ്ഞൊരു വാക്ക്, ബ്രദറെ വിഷമിക്കണ്ട, ഈ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞോട്ടെ, എത്ര നേരം വേണമെങ്കിലും തരാം. അതായത് ഇതെല്ലാം അടച്ചു പൂട്ടി കഴിയുമ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് കിടക്കുകയല്ലേ ചർച്ച്, അത്രയേ ഉള്ളൂ. അവസരം ഇടിച്ചു ചോദിക്കുന്നവർക്ക് ഇത്രയേ ഉള്ളൂ. എന്നാൽ ദൈവം ഒരുവനെ എഴുന്നേൽപ്പിച്ചാൽ ആ വ്യക്തിയെ ദൈവം മാനിക്കും. നമ്മുടെ വായിൽ ദൈവം ഒരു ദൂത് തന്നാൽ ആ ദൂത് പറയാനുള്ള സ്റ്റേജും ദൈവം വെക്കും. നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ടെങ്കിൽ ആ ശുശ്രൂഷ പല വീടുകൾക്കും പല നാടുകൾക്കും പല ദ്വീപുകൾക്കുമുള്ളതാണ്. യെശയ്യാവ് 42 പറയുന്നു, നിന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദൂത് നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന് വേണ്ടി ഒരു എരിവുണ്ടോ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു കൃപയുണ്ടോ? ഒരു വെറുപ്പെറുപ്പിൻ്റെ ആവശ്യമില്ല. ആരെ ശുശ്രൂഷയെന്ന് മാറ്റി നിർത്തുകയില്ല. ഇവിടെ വായിക്കുകയാണ്, ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവനക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. പിറുപിറുപ്പ് അവിടെ ഉണ്ടായി വന്നു. അപ്പോൾ എന്ത് ചെയ്തു? പന്തിരുവർ അപ്പോസ്തലന്മാർ 12 പേർ ശിഷ്യന്മാരെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ച് മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. പിറുപിറുപ്പിന്റെ കാര്യം കണ്ടുപിടിച്ചു. എന്താണ്? ഞങ്ങൾ ദൈവവചന ശുശ്രൂഷ കുറച്ചു, ഞങ്ങളിപ്പോൾ ഭൗതിക ശുശ്രൂഷകളാണ് ചെയ്യുന്നത്. അതിഥി സൽക്കാരം, മറ്റു വലിയ സാമ്പത്തിക കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ചാരിറ്റി പ്രവർത്തനം അല്ല. ദൈവവചനത്തിൽ ആരംഭിച്ചത് ദൈവവചനത്തിൽ തന്നെ മുന്നോട്ട് പോകണം. ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു. അതിൻ്റെ അർത്ഥം ഇവർ ദൈവവചനത്തെ 2ാം തരത്തിലോട്ട്, അതായത് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവവചനമല്ല. അവിടെ ഭക്ഷണം, ചാരിറ്റി പ്രവർത്തനം, കെട്ടിടം, എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. അതിൻ്റെ പുറകെ ഇവർ പോയി. അവർക്ക് മനസ്സിലായി ദൈവവചനം ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വഴക്കം ഉണ്ടായിരുന്നില്ല. ദൈവവചനം സാക്ഷാൽ ദൈവവചനമായി സംസാരിച്ചാൽ അനേക പിറുപിറുപ്പുകളും
ഭിന്നതകളും സഭ വിട്ടു പോകും എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പായി പറയാം. എന്നെ കേൾക്കുന്ന പല ദൈവദാസന്മാരുടെ കുടുംബങ്ങളുണ്ട്. നിങ്ങൾ കർത്താവിൽ നിന്ന് പ്രാപിക്കാൻ ഞങ്ങളോ പ്രാർത്ഥനയിലും. അടുത്തത്, ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളുടെ ഇടയിൽ തിരഞ്ഞുകൊള്ളുവിൻ, അവരെ ഈ വേലക്കാക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിൽ ഉറ്റിരിക്കും. ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് തിരിയാൻ പോയി. അതാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. ഞങ്ങൾ വചനത്തിൽ ഇരുന്നവരാണ്. പ്രാർത്ഥനയും വചനവും ആണ് ഞങ്ങളെ അപ്പോസ്തലന്മാരാക്കിയത്. ഞങ്ങളിപ്പോൾ അതിന് 2ാം സ്ഥാനം കൊടുത്തു. ഇല്ല, ഞങ്ങൾ അതിലേക്ക് തിരിച്ചു വരികയാണ്. ഇനി മുതൽ ഞങ്ങൾ പ്രാർത്ഥനയിലും വചനത്തിൽ ഉറ്റിരിക്കും. ഇനി പെറുപെറുപ്പിനെ, പിരിപിരിപ്പിനെ ഇതിനകത്ത് ഞങ്ങൾ അനുവദിക്കില്ല. അതോടെ ആ വിഷയം മാറി. ആത്മാവും ജ്ഞാനവും സാക്ഷ്യമുള്ള 7 പേരെ എഴുന്നേൽപ്പിച്ചു. ഫിലിപ്പോസും സ്തെഫാനോസും ആ കൂട്ടത്തിൽപ്പെട്ടതായിരുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി അതിനകത്തുണ്ടായി. നമുക്ക് അടുത്ത ദിവസം അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി വിസ്തരിച്ച് ചിന്തിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ കൂട്ടായ്മകളിൽ കടന്നു വരാൻ പിശാച് കൊണ്ടുവരുന്ന, ചെറുതായി കയറ്റിവിടുന്ന ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും വലിപ്പച്ചെറുപ്പം കാണിക്കലുകളും അവസരം തന്നില്ലെന്ന് പറയുന്നതും വിയോജിപ്പുകളും ചെറുതായി ആരംഭിക്കുന്നതിനെ മുളയിലേ നുള്ളിക്കളയുന്ന പ്രാർത്ഥനയും വചന ശുശ്രൂഷകളും ഞങ്ങളെല്ലാം കൂടിവരവുകളിൽ വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥനയിലും വചനത്തിലും ഇരിക്കുന്ന കുടുംബങ്ങളായി ഈ കുടുംബങ്ങൾ തീരട്ടെ. പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഇരിക്കുന്ന ദൈവവേലക്കാർ ഞങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിലും വചനത്തിലും നിറഞ്ഞവരായി തീരട്ടെ. ദൈവശക്തിയാൽ, ദൈവ സാന്നിധ്യത്താൽ കവിഞ്ഞ ഒരു ശുശ്രൂഷ ഇനിയുള്ള നാളുകളിൽ ദൈവസഭകളിൽ വെളിപ്പെടട്ടെ. എല്ലാ പാരമ്പര്യ രീതികളും, വഴക്കും ബഹളവും വോട്ടെടുപ്പും സഭകൾക്കകത്ത് നിന്ന് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കവിഞ്ഞൊഴുക്കുണ്ടാകട്ടെ. ഇന്നത് കേട്ട എല്ലാവരിലും സ്നേഹവും ഐക്യതയും സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഉപവാസ പ്രാർത്ഥനയുടെ 3ാമത്തെ ദിവസമാണ് ഇന്ന്. രാവിലെ 10:30 നമുക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. സമാപന ദിവസമാണ്. എല്ലാവരും തന്നെ കടന്നു വരാൻ ശ്രമിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് ഉണ്ട്. നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച മുതൽ വീണ്ടും ജീസസ് എവരിഡേ നമുക്കൊരുമിച്ച് അതിൽ പങ്കെടുക്കാം, പ്രാപിക്കാം. ഗോഡ് ബ്ലസ് യു.